കുറേ നാളായിട്ട് വീഡിയോ ചെയ്യണം എന്ന് കരുതി ഒരു പെർഫ്യൂം നമ്മുടെ ലേറ്റർ പെർഫ്യൂംസിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂമും പലരും ഇതിന്റെ പ്രൈസ് കണ്ടിട്ട് ഇതെന്താ അത്രയും പ്രൈസ് വന്നിട്ടുള്ളത് എന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കേണ്ടായിട്ടുള്ള ഒരു പെർഫ്യൂം. ഞാൻ ഇനി അധികം വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കണില്ല. ഓർട്ടോ പാരിസി മെഗാമെയർ പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് വെർഷൻ ലേറ്റർ മെഗാമെയർ ചെറുത് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടെടുക്കുന്നതാണ്. ഇത് സാധാരണ 5 ml 8 ml 20 ml ഇങ്ങനെ 3 സൈസിലാണുള്ളത്. അപ്പോൾ 5 ml 320, 8 ml 490, പിന്നെ 20 ml 1090 ഇത്രയും പ്രൈസ് വരുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂം ആയതുകൊണ്ട് നിങ്ങൾ ഇതിന് പ്രൈസ് കൂട്ടി വെച്ചതാണോ എന്നുള്ളത്. ഒരിക്കലുമല്ല. നമ്മുടെ ബ്രാൻഡിൽ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ കോസ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അതല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു ഫാൻസി ഷോപ്പിലോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഷോപ്പിലോ ഞാൻ ഈ ബിസിനസ്സുകളെല്ലാം ചെയ്ത് സ്റ്റിൽ നമുക്ക് ആ ബിസിനസ്സിൽ ഉള്ളത് കൊണ്ടാട്ടോ പറയുന്നത്. അതല്ലാതെ ആരെങ്കിലും ഞാൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പറയല്ല. നമ്മളൊരു സാധനം നോക്കിയിട്ട് അതിൻ്റെ ഒരു മതിപ്പ് കണ്ടിട്ട് വിലയിടുന്ന പരിപാടി ഒരിക്കലും ചെയ്യാറില്ല. ഇത് ഒരു സാധനം നമുക്ക് എന്ത് കോസ്റ്റിന് കിട്ടുന്നു അതിനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ്. ഞാൻ മുമ്പും പറഞ്ഞതാണ്, നമ്മൾ അതിൻ്റെ ഒരു കോസ്റ്റ് അനാലിസിസ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാറുള്ളത്. അപ്പോൾ അത് അത്രയും എക്സ്പെൻസീവ് ആയിട്ട് വന്നതുകൊണ്ടും നമ്മുടെ ക്ലൗഡ് നയൻ്റെ വാല്യൂവിനേക്കാൾ 50% എക്സ്ട്രയാണ് മെഗാമെയർ നമുക്ക് കിട്ടിയത്. പക്ഷേ നമ്മൾ പ്രൈസ് അവിടെ കോട്ട് ചെയ്തിട്ടുള്ള പ്രൈസ് ഓൺ പാർ വിത്ത് ക്ലൗഡ് 9 ആണ്. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് വെച്ചാൽ ശരിക്കും അതിലേറെ പ്രൈസ് വരേണ്ട ഒരു സാധനമാണ്. അത് ജസ്റ്റ് അവിടെ നിർത്തിയതാണ്. അതൊരു ഒരു പ്രോഫിറ്റ് ബേസിലല്ല, നല്ലൊരു സാധനം കണ്ടപ്പോൾ നമുക്ക് ആളുകൾക്ക് ഒരു എത്തിക്കാൻ, അതായത് മീൻസ് ഒരു റീച്ചബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഒരു സാധനം എത്തിക്കുക, അത്രേ ഉദ്ദേശമുള്ളൂ. പിന്നെ ഒരു കാര്യം, ചില കമ്പനികളുടെ പ്രൊഡക്റ്റുകൾക്ക് ചിലപ്പോൾ ഇത്രയും പ്രൈസ് ഉണ്ടാവില്ല, ചിലരുടേതിന് ഇതിലേറെ പ്രൈസ് ഉണ്ടാവും. ഇതെല്ലാം മിക്ക കമ്പനികളും കോസ്റ്റ് ബേസിൽ തന്നെയാണ് പ്രൈസ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് ഒരിക്കലും നമ്മളിത് ഭയങ്കര ഒരു ഫാറ്റ് പ്രോഫിറ്റ് അടിക്കുകയാണെന്നോ മറ്റുള്ളതോ അങ്ങനെ കരുതരുത്. ആ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ സാധനത്തിൽ നിന്ന് കിട്ടും, അത് ഞാൻ ആദ്യം പറയുകയാണ്. അതല്ലാതെ ഒരിക്കലും വെറുതെ എന്തിൻ്റെങ്കിലും ബേസിൽ അങ്ങനെ പ്രോഫിറ്റ് അടിച്ച് വിടുന്ന ഒരു പരിപാടി ചെയ്യാറില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമില്ല. കാരണം സെയിം പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു സാധനം വാങ്ങിയിട്ട് അടുത്ത വേറൊരു ബ്രാൻഡിൽ നിന്ന് ഇതിലേറെ പ്രൈസ് പറഞ്ഞ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് നോക്കിയാലും മനസ്സിലാവില്ല ഇത് ഇവർ വെറുതെ പ്രൈസ് കൂട്ടി കൊടുക്കുകയാണെന്നുള്ളത്. സോ അങ്ങനെ ഒരു സംഭവം ചെയ്യില്ല. അപ്പം ഞാൻ ഇതെല്ലാം ആദ്യം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചിന്ത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഓർട്ടോ പാരിസി മെഗാമെയർ എന്താണ് ആ പെർഫ്യൂമിൻ്റെ പ്രത്യേകത? ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രഷ് പെർഫ്യൂമാണ്. അല്ല, ഫ്രഷ് എന്ന് പറയാൻ പറ്റില്ല, ഓഫീസ് പെർഫ്യൂമാണ് ഓർട്ടോ പാരിസി മെഗാമെയർ. എന്താണ് അതിൻ്റെ ഫ്രാഗ്രൻസ്? അതിൻ്റെ ഓപ്പണിങ്ങിൽ ചെറിയൊരു ഫ്രഷ്നെസ് ഉണ്ട്. പക്ഷേ ആ ഫ്രഷ്നെസ്സിനേക്കാളും കൂടുതലും അവിടെ സീ നോട്ട്സ് ആണ് വരുന്നത്. അവർ നോട്ട്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത് സീ വീഡ്സ് എന്നൊക്കെയാണ്. അതെന്താ സാധനം എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനത് അതിൽ പോയിട്ട് പറയണില്ല. നമുക്കത് സ്നിഫ് ചെയ്താൽ ഒരു കടൽക്കാറ്റിൻ്റെ മണം, അതുപോലെ തന്നെ കുറച്ചൊരു ഉപ്പ് രസമുള്ള ഒരു കടൽക്കാറ്റിൻ്റെ മണം, അങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മസ്കിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിലൂടെ പോകുന്ന ഒരു പെർഫ്യൂം. ഒരിക്കലും കുത്തുന്ന ഫ്രാഗ്രൻസ് അല്ല, യൂണിസെക്സ് ആണ്, ഓഫീസ് ഫ്രണ്ട്ലി ആണ്, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സോ ഞാനിത് പേഴ്സണലി യൂസ് ചെയ്യാറുണ്ട്. ഇത് എനിക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ സ്നിഫ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഓർട്ടോ പാരിസി മെഗാമെയർ ഇത് നല്ല മാച്ചിങ് ആയിട്ട് കിട്ടുന്നുണ്ട്. പല കമ്പനികളും ഇത് ഇറക്കുന്നുണ്ട്, വളരെ സിന്തറ്റിക് ആയിട്ടുള്ള ഫീല് തരുന്നത്. ഇതൊരിക്കലും അങ്ങനെ ഫീൽ ചെയ്യുന്നേ ഇല്ല. പിന്നെ ഞാൻ അതിൻ്റെ ശേഷം പാരീസ് കോർണറിൻ്റെ നമ്മുടെ പാൻഡോറ സെൻസിൻ്റെ ഒരെണ്ണം വാങ്ങിച്ചു. അതിൻ്റെ ബോട്ടിലടക്കം മെഗാമെയർ ആയിട്ട് സിമിലർ ആയിട്ടുള്ള, ഞാനത് വാങ്ങി അന്ന് തന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിൻ്റെ ഒരു ജസ്റ്റ് ഓപ്പൺ ആക്കുന്ന ഒരു വീഡിയോ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മുടേതും വെച്ച് നോക്കിയിട്ട് അത് ഒരു 4-5 hours അതിൻ്റെ ഫ്രാഗ്രൻസ് കിട്ടുന്നുള്ളൂ. ഞാനന്ന് വെറുതെ അതിന് ക്യാഷ് കളഞ്ഞു. അത് 70 ml 1800 അങ്ങനെ എന്തോന്ന് ഓഫറിൽ കിട്ടിയതാണ്. 2000 ചേഞ്ച് എന്നാണ് പ്രൈസ് വരുന്നത്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് പ്രൈസ് കൂടുതലാണ്. പക്ഷേ ഇത് അതിനുള്ള വർത്ത് ആണ്. ഡ്രസ്സിൽ, ഈവൻ പോളിസ്റ്റർ ടീഷർട്ട്സിൽ ഞാൻ ഇപ്പോൾ ഇത് കോട്ടനാണ്, ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ യൂസ് ചെയ്യാറുള്ള റെഡ് ആൻഡ് ബ്ലൂ ടീഷർട്ട്, അത് പോളിസ്റ്ററാണ്. അതിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് പുറത്തൊക്കെ നടന്ന് ഈവൻ നെക്സ്റ്റ് ഡേ ഞാൻ ആ ടീഷർട്ട് എടുത്ത് സ്നിഫ് ചെയ്ത് നോക്കിയിട്ട് ഫ്രാഗ്രൻസ് അവിടെ നിൽക്കുന്നുണ്ട്. അത്ര ഇത് നിൽക്കുന്നുണ്ട് ഫ്രാഗ്രൻസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് ഈ മെഗാമെയറിന് കിട്ടുന്നത്, ഈ മെഗാമെയറിന് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ബീസ്റ്റ് മോഡായിട്ട് നിൽക്കുന്നുണ്ട് സാധനം. പക്ഷെ ഞാൻ ആദ്യം പറയുകയാണ്, നിങ്ങൾ ആദ്യം പോയിട്ട് ഇതൊക്കെ കേട്ടിട്ട് വലുത് പോയിട്ട് വാങ്ങിക്കരുത്. 20 ml 5 ml ചെറുത് വാങ്ങിയിട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ നോക്കിയിട്ട് മാത്രം വലുതെടുക്കുക. ഇഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ
യൂസ് ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ്. ഞാനത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ യൂസ് ചെയ്തിടത്തോളം എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഫ്രാഗ്രറ്റിക്ക ഓക്കെ, സിഡർവുഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഹീഡിയോണും മസ്ക് ആംബ്രോക്സിന്, പിന്നെ ഫ്രഷ്നസ്. അതിന് നമ്മൾ സ്നിഫ് ചെയ്താൽ തന്നെ ഇതിങ്ങനെ കിട്ടും. പക്ഷേ ഇനി ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കുറേ പേര് 20 ml എടുത്തിരുന്നു കേട്ടോ. അത് ചിലർ ആ പ്രൈസ് കണ്ടിട്ട് ഇത് നമ്മുടെ Cloud9 പോലെ ഒരു ധൈര്യത്തിൽ പോയിട്ട് എടുത്തവരുണ്ട്. നമ്മുടെ എന്തെങ്കിലും സാധനം കുറച്ചൊരു പ്രൈസ് ഉള്ളത് കൂടുതൽ കാണുമ്പോൾ ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്ന് കരുതി വാങ്ങിച്ച കുറച്ച് പേരും ഉണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അത് നമ്മുടെ പ്രൊഡക്ട്സിനോടുള്ള ചില ആളുകൾക്കുള്ള ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ആണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ചെറുതെടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ വലുതെടുത്താൽ മതി. ഒരിക്കലും ഒരു ബിസിനസ് മൈൻഡിലോ മറ്റുള്ളതിലോ ഒരിക്കലും ഞാൻ ഒരു സംഭവത്തിനെ അങ്ങനെ കാണാറില്ല, അങ്ങനെ എടുക്കുകയും ചെയ്യരുത്. കാരണം ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്ന് അറിഞ്ഞിട്ട് വലുതിലേക്ക് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയണത് ഇത് അതുകൊണ്ടാണ് നേരത്തെ 8 ml മാത്രമാണ് മെഗാമയർ ഉണ്ടായിരുന്നത്. കുറേ പേര് ഇതിൻ്റെ 2 ml 3 ml ഒക്കെ കിട്ടുമെന്ന് വെച്ചപ്പോൾ 5 ml ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ 2 ml 3 ml പ്രശ്നം എന്താ വെച്ചാൽ ഇതിപ്പോൾ 3 ml ആണ്. 3 ml ഈ ബോട്ടിലിൻ്റെ തന്നെ നല്ല പ്രൈസ് വരുന്നുണ്ട്. 5 ml ആണെങ്കിൽ ഇതേ പ്രൈസ് തന്നെയാണ്. അപ്പോൾ അവിടെ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് കുറക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, കോസ്റ്റ് അനാലിസിസ് നോക്കിയിട്ടാണ് ചാനലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഞാനിത് ഇങ്ങനെ കുറേ പരത്തി പറഞ്ഞു പോയി, ഇങ്ങനെയൊന്നും പറയാറില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം.